സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആനമതിൽ 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ 3 മാസം സമയം ഞങ്ങൾ തരാം. സാറിന് ആനമതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആർളം ഫാമിലെ ആനയെ മുഴുവൻ അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സാർ ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. സാർ ഇപ്പൊ ഈ മേഖലകളിലെല്ലാം ഫെൻസിങ് ഇടാന്ന് പറഞ്ഞു. ആ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആനമതിലിന്റെ പണി ഇനി എഴുതി നീങ്ങൂലേ? ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ, ആദിവാസികളുടെ ഇട മുന്നേ ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അവർക്ക് ആനമതിലെ നീ കോൺട്രാക്ടുകാരെന്ന് ചിന്തിക്കില്ലേ? അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ടുകാരെ വെച്ചാൽ നമുക്ക് ഫെൻസിങ്ങും വേണ്ട ആനമതിലും വേണ്ട. വേറൊരാളെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന, അഴിമതി ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് ആനമതിലിന്റെ പണി 3 മാസം കൊണ്ട് തീർത്തു തന്ന് ആർളം ഫാമിലെ 10-80 ആനയും കുഞ്ഞുങ്ങളും. സാറിനറിയോ ഈ ഫാമിലുള്ള ആനകളെയല്ല? ഇല്ലല്ലോ. ആർആർടിക്കാർ വന്നിട്ട് ചോദിക്കും, ലൈറ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് ലൈറ്റ് അടിച്ച് ചോദിക്കും നമ്മളോട് ആന എവിടെയാണ്. നമ്മൾ മിറ്റത്തിറങ്ങി കാണിച്ചു കൊടുക്കണം ആന എവിടെയാണ്. അറിയോ? ആർളം ഫാമിൽ തന്നെ ആദിവാസി ജനതയിൽപ്പെട്ട കുറച്ചു പേരെ ആർആർടി ടീമിലേക്ക് താൽക്കാലിക വാച്ചർമാരായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ആദിവാസി ജനത ഇവിടെ മരിച്ചപ്പോ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർമാർ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തൊന്ന് വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആദിവാസി സമൂഹത്തിന് ഇത്രയും വിലയുള്ള ഞങ്ങൾക്ക് നേരെ മറിച്ച് ഒരു പന്നി എവിടെയെങ്കിലും ചത്തു കിടക്കട്ടെ, DFO ആർആർടിയുടെ 3 വണ്ടി അത് നിറച്ച ആൾക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, കുഴിച്ചിടുന്നു. അടുത്തുള്ള വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു.